നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ സർക്കാർ വരുത്തിവെച്ച വീഴ്ചയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ പിഴവിന് ഒരു നാട് തന്നെയാണ് ഇല്ലാതായി പോയത്. അതിന്റെ തെളിവടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹൈക്കോടതിക്ക് മുന്നിൽ തെളിവുകൾ എത്തിക്കഴിഞ്ഞു. ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്ന് കേന്ദ്രവും ഇല്ല എന്ന് സംസ്ഥാനവും അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പല്ല, പല മുന്നറിയിപ്പുകൾ സർക്കാരിന് മുന്നിൽ എത്തിയിരുന്നുവെന്ന തെളിവുകൾ പുറത്തായിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നറിയിപ്പുകൾ സർക്കാർ അവഗണിച്ചുവെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നിർണായക റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ 5 വർഷത്തേക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന് 2019 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ പറഞ്ഞിരുന്നുവെന്നും വയനാട്ടിലെ 29 വില്ലേജുകൾ പ്രശ്നബാധിത പ്രദേശമാണെന്നും റിപ്പോർട്ടിലുണ്ടെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടെ പിണറായി സർക്കാർ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുകയാണ്. വലിയ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് 2018 സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ഒരു പിഴവിനാണ് പ്രളയം കേരളത്തെ വിഴുങ്ങിയത്. അതേ പിഴവ് തന്നെയാണ് 2024 സർക്കാർ ആവർത്തിച്ചത്. ഒരു നടപടിയും സ്വീകരിച്ചില്ല. മുന്നറിയിപ്പുകൾ പലതും പലതവണ കിട്ടിയിട്ടും പലയിടത്തു നിന്ന് കിട്ടിയിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒരു നീക്കുപോക്കും അതിലുണ്ടായില്ല. ഒരു മുന്നറിയിപ്പും അല്ലെങ്കിൽ അപകടം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് പോലും അവിടുത്തെ മനുഷ്യരിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഈ സർക്കാർ ആളെ കൊല്ലിച്ചു എന്നാണ് പറയേണ്ടത്. അതിൽ കുറഞ്ഞ ഒരു വാക്ക് പറയാനില്ല. വയനാട്ടിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാത്തതിനാലാണ് വലിയ ദുരന്തമുണ്ടായത്. ഓറഞ്ച് ബുക്കിൽ ഉൾപ്പെട്ട പ്രദേശമായിരുന്നിട്ടും ശാസ്ത്രീയമായി മഴയുടെ തോത് കണ്ടെത്താനായില്ല. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സംവിധാനമില്ലാത്തതാണ് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാത്തതിനാലാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. ഇനിയും എന്താണ് പിണറായിക്ക് പറയാനുള്ളത്? ഇനി എന്ത് കള്ളം പറഞ്ഞാണ് ഇതിൽ നിന്ന് തടി തപ്പാൻ പോകുന്നത്? ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ചോദ്യശരങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നിർദ്ദിഷ്ട ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയെക്കുറിച്ച് ഹൈക്കോടതി ഇപ്പോൾ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ടണൽ നിർമ്മാണത്തിന് എതിരല്ല എന്നും എന്നാൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്ന മേഖലയാണെന്ന സാഹചര്യത്തിൽ എല്ലാവിധ പഠനങ്ങളും നടത്തിയ ശേഷമേ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവൂ എന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഹിൽ സ്റ്റേഷനുകളിലെ ടൂറിസം കേന്ദ്രങ്ങളിലെ അടിസ്ഥാന വിവരങ്ങളും സൗകര്യങ്ങളും ഉൾപ്പെടെ വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. ടണലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. വയനാട്ടിൽ തുരങ്കം നിർമ്മിക്കുന്ന കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് കോടതി പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിരുന്നോ എന്ന് കോടതി ചോദിച്ചിരുന്നു. സർക്കാരും പ്രതിപക്ഷവും പദ്ധതിക്ക് അനുകൂലമാണെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുരങ്ക പദ്ധതിക്ക് കോടതി എതിരല്ല. എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ അനുമതി വേണമെന്ന് നേരത്തെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശവും ഉത്തരവും എല്ലാം കാറ്റിൽ പറത്തിയാണ് റിസോർട്ട് മുതലാളിമാർക്ക് അവിടെ തന്നിഷ്ടം കാണിക്കാൻ സർക്കാർ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തത്. അതിന്റെ ഫലം കൂടിയാണ് ഉണ്ടായ ദുരന്തം. ഹിൽ സ്റ്റേഷനുകളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം, താമസിക്കാനുള്ള സ്ഥലങ്ങൾ, വാഹനങ്ങൾ, വിഭവശേഷി, അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ടാകണം. ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. ഇല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകണം. റിപ്പോർട്ട് ഒക്ടോബർ അവസാനം കോടതിയിൽ സമർപ്പിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ടൂറിസം കേന്ദ്രങ്ങളെ അവയുടെ പഴയ പെരുമയിലേക്ക് തിരികെ കൊണ്ടുവരാനാകണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു.
വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്നതോടെ അവിടെയുള്ള സൗകര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടി വരുന്നു. സ്ഥലത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതാകുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളായ ജനങ്ങൾക്കും ഇത് പ്രശ്നമാകുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തുവരാൻ കുട്ടികൾക്ക് ആവശ്യമായ സഹായം നൽകുന്നുണ്ടെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. അതായത് മലയോര മേഖലകളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം കോടതിയിൽ എത്തിയിരിക്കണം എന്നുള്ള ഒരു ഉത്തരവാണ് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഇത്തരത്തിൽ സർക്കാർ കാണിച്ചു കൂട്ടിയ തന്നിഷ്ടങ്ങളുടേതാണ് ഇപ്പോൾ ഒരു നാട് മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവിന് ഒരു തരത്തിലും പൊറുക്കാനാകുന്നതല്ല. 2018 ഇതുപോലെ തന്നെയായിരുന്നു. ഡാം തുറന്നുവിട്ട് കുറെ മനുഷ്യരെ കൊന്നൊടുക്കി. അതിൽ നിന്നും സർക്കാർ തടിയൂരി. എന്നാൽ ഇപ്പോൾ ഒരു ഗ്രാമം തന്നെ ഇല്ലാതാക്കി കളഞ്ഞിട്ടും സർക്കാർ തലയും കുനിച്ച് നിൽക്കുകയാണ്. ഒരക്ഷരം മിണ്ടാനില്ലാതെ ഹൈക്കോടതിയിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. നമുക്കറിയാം വയനാട്ടിലെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിന് അട്ടി അടുക്കി റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ്. ഇതിനൊക്കെ ആരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുത്തത്? കുന്നും മലയും ഒക്കെ ഇടിച്ചു നിരത്തിയാണ് ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ പടുത്തുയർത്തുന്നത്. പരിസ്ഥിതിക്ക് നാശം വിതച്ചുകൊണ്ടാണ് റിസോർട്ട് മുതലാളിമാർ ഇവിടെ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിനെല്ലാം സർക്കാർ ഒത്താശയുണ്ട്. ഭരണകൂടങ്ങളുടെ, അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇതിനൊക്കെ ആരാണ് അനുമതി കൊടുക്കുന്നത്? കൈക്കൂലി മേടിച്ചിട്ട് എല്ലാത്തിനും കണ്ണടച്ചു കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസോർട്ട് മുതലാളിമാരെ വാഴിക്കാൻ മരുമകൻ മന്ത്രി എല്ലാ ഒത്താശയും ടൂറിസത്തിന്റെ പേരിൽ ചെയ്തു കൊടുക്കുകയാണ്. എന്തോ ചോദിച്ചാലും ടൂറിസം നന്നാക്കാനാണ് എന്നാണ് മുഹമ്മദ് റിയാസിന്റെ മറുപടി. അവിടെ ടൂറിസം മന്ത്രിയാണ്, പക്ഷേ വയനാട്ടിൽ എത്ര ഹോം സ്റ്റേകൾ ഉണ്ടെന്നോ എത്ര റിസോർട്ടുകൾ ഉണ്ടെന്നോ ഇതിന്റെ ഒന്നും കൃത്യമായ കണക്ക് പോലും ഈ മന്ത്രിക്ക് അറിയില്ല. എന്തിന് സർക്കാരിന്റെ പക്കൽ പോലുമില്ല. ചൂരൽമലയിലും മുണ്ടക്കൈയിലും ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് അവിടുത്തെ ഹോം സ്റ്റേകളുടെയും റിസോർട്ടുകളുടെയും എണ്ണം എടുത്തത് പോലും. അപ്പോൾ ആർക്കും വന്ന് എന്തും ചെയ്തു കൂട്ടാമെന്നുള്ള അവസ്ഥയാണ് മലയോര മേഖലകളിലെല്ലാം ഉള്ളത്. ടൂറിസത്തിന്റെ പേരിൽ എന്തു തോന്നിവാസവും കാണിച്ചു കൂട്ടാനുള്ളതല്ല. അവിടെ കുറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതവും അവരുടെ സുരക്ഷയും കൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ ദുരന്തം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു, മുന്നറിയിപ്പുകൾ പലതവണ കൊടുത്തിരുന്നുവെന്ന്. എന്നാൽ സർക്കാർ ഇതിന്റെ പേരിൽ കേന്ദ്രത്തോട് വലിയ പോരടിയാണ് നടത്തിയത്. പക്ഷെ പിന്നീട് വ്യക്തമായി മുന്നറിയിപ്പുകൾ പലതും സർക്കാർ അവഗണിച്ചു എന്നുള്ളത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലും ഇത് വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഹോം സ്റ്റേകളുടെയും റിസോർട്ടുകളുടെയും അനധികൃതമായ നിർമ്മാണമാണ് ദുരന്തങ്ങൾ വരുത്തിവെച്ചതെന്ന്. പിന്നീട് അവിടുത്തെ ക്വാറികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തി. അനധികൃത ഖനനം നടക്കുന്നുണ്ടോ എന്ന് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് ജില്ലാ ഭരണകൂടം പോലും ഒരു അന്വേഷണം നടത്തിയത്. അപ്പോൾ ഓർക്കുക, വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും മറ്റ് ജില്ലകളിലെ എല്ലാം തന്നെ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ടൂറിസത്തിന്റെ പേരിൽ എന്തും കാണിച്ചു കൂട്ടാമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ പിണറായിക്ക് തീച്ചൂളയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിൽക്കുന്നത്. എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ 4 വഴിക്കൂടെയും അടികിട്ടി നിൽക്കുകയാണ് പിണറായിക്ക്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ മുഖം നോക്കി ഹൈക്കോടതിയിൽ നിന്നും കരണം പൊട്ടുന്ന അടി കിട്ടിയിരിക്കുന്നത്. ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.